ഈ റിലേഷൻസ് ആണ്. ഒരിക്കലും എന്താണ് റിപ്പോ എന്താണ് റിവേഴ്സ് റിപ്പോ എന്നല്ല. മോസ്റ്റ്ലി ചോദിക്കുക അതിനെ ഗ്രോത്തിനെയും ഇൻഫ്ലേഷനെയും കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ ഒരു ചോദ്യത്തില് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും മിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു 4 സ്റ്റേറ്റ്മെന്റ്. അതിൽ ഏതെല്ലാമാണ് മോണിറ്ററി പോളിസി, ഏതെല്ലാമാണ് ഫിസ്ക്കൽ പോളിസി എന്ന് ചോദിക്കാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു 4 സ്റ്റേറ്റ്മെന്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെല്ലാമാണ് എക്സ്പാൻഷനറി പോളിസി, ഏതെല്ലാമാണ് ഓപ്പോസിറ്റ് എന്താ കൺട്രാക്ഷണറി. ഓക്കെ അല്ലേ? ഇതിൽ ഏതെല്ലാമാണ് എന്താ ഈ എക്സ്പാൻഷനറി കൺട്രാക്ഷണറി തമ്മിലുള്ള വ്യത്യാസം? വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനാ. എക്സ്പാൻഷനറി പോളിസി എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ചെയ്യണം. എന്ത്? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന പോളിസി എക്സ്പാൻഷനറി പോളിസി. എന്ത്? കൺട്രാക്ഷണറി പോളിസി എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്ന പോളിസി. റാൻഡ് ആയിട്ട് പറയാണ് കേട്ടോ. റിപ്പോ റേറ്റ് ഈസ് ഡിക്രീസിങ്. കൺട്രാക്ഷണറി പോളിസി ആണോ എക്സ്പാൻഷനറി പോളിസി ആണോ? റിപ്പോ റേറ്റ് ഈസ് ഡിക്രീസിങ്. റിപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും, എക്സ്പാൻഷനറി പോളിസി. ബാങ്ക് റേറ്റ് ഈസ് ഇൻക്രീസിങ്. ഏത് ടൈപ്പ് പോളിസിയാ? ബാങ്ക് റേറ്റ് ഈസ് ഇൻക്രീസിങ്, കൺട്രാക്ഷണറി പോളിസി. വൈ? ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവും. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയി കഴിഞ്ഞാൽ എക്കണോമിയിലെ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് കോൾഡ് കൺട്രാക്ഷണറി പോളിസി. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഇതിൽ CRRഉം MSS ഒക്കെ ഫർദർ സ്ലൈഡിൽ വരും കേട്ടോ. CRR MSS ഒക്കെ അടുത്ത സ്ലൈഡിൽ വരും. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള വായിക്കും. LAF is a facility extended by Reserve Bank of India to the commercial banks to avail commercial bank അല്ലെങ്കിൽ scheduled commercial bank to avail of liquidity in case of requirement or in case of requirement repo, park excess fund, reverse repo. Okay അല്ലേ? In case of excess liquidity on an overnight basis അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് ഇവിടെ എന്താ? Overnight basis, the time period of LAF, overnight basis, against the collateral of government securities. അവിടെ collateral ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെയാണ്, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റി. സെൻട്രൽ ഗവൺമെന്റിന് സെക്യൂരിറ്റി ഉപയോഗിക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഉപയോഗിക്കാം. ജനറലി രണ്ടിനെയും എന്ത് തന്നെയാണ് വിളിക്കുക? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കാം. Basically, LAF enables liquidity management on a day-to-day basis. LAF is a monetary policy tool which allows banks to borrow money through repurchase agreement. The repurchase agreement in the short term is repo rate. Okay, LAF is used to aid banks in adjusting the day-to-day mismatches in liquidity. A day-to-day mismatches in liquidity frictional liquidity, സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേ ടു ഡേ മാനേജ്മെന്റിന് കാശ് ഷോർട്ട് ആവുന്ന കണ്ടീഷൻ. സർപ്ലസ് ആവും, ഒരു ദിവസം അവർക്ക് എക്സസ് ഫണ്ട് അവർക്ക് ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫ്രിക്ഷണൽ ലിക്വിഡിറ്റി സർപ്ലസ് എന്ന് പറയും. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോക്കസ് ചെയ്യേണ്ട, അടുത്ത സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അതെന്താ ഉദ്ദേശിച്ചേ? ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ലോൺ ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് റിപ്പോയില് കൊടുക്കുന്നതാണെങ്കിലും റിവേഴ്സ് റിപ്പോയിലാണെങ്കിലും അത് എത്ര ഡ്യൂറേഷനിലാണ് എടുക്കുന്നത്, ആ ഡ്യൂറേഷനിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആവും. എക്സാമ്പിൾ പറയാം, RBI ഇന്ന് രാവിലെ പറയാണ് റിപ്പോ റേറ്റ് 4% ഓക്കെ അല്ലേ? 4% ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ വെച്ചിട്ടുണ്ട്. ആ ദിവസം 10 ബാങ്കുകൾ ലോൺ എടുക്കുന്നു എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഡേ റിപ്പോ റേറ്റ് അവർ ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കും RBI. അപ്പൊ നെക്സ്റ്റ് ഡേ പുതുതായിട്ട് ലോൺ എടുക്കുന്ന ലോണിനാണ് പുതിയ റേറ്റ് ബാധകമാവുള്ളൂ. ഓൾറെഡി ലോൺ എടുത്ത ആളുകൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ള എൻറ്റയർ ഡ്യൂറേഷനിലേക്ക് അത് സെയിം ആയിരിക്കും. അപ്പൊ റിപ്പോയിൽ അത് ക്ലാരിറ്റി ഇല്ലെങ്കിലും ബാങ്ക് റേറ്റിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം 28 ദിവസം വരെ പോവാന്നല്ലേ പറഞ്ഞേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്ക് റേറ്റ് ഒരു ദിവസം മാറ്റാം, ചിലപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞാൽ മാറ്റാം, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ മാറ്റാം. അപ്പൊ ഫസ്റ്റ് ഡേ ആള് ബാങ്ക് റേറ്റിൽ ലോൺ എടുക്കുമ്പോൾ ഏതാണോ റേറ്റ് അത് തന്നെയായിരിക്കും എൻറ്റയർ 28 ഡേയ്സിലേക്കും. മനസ്സിലായോ? ഡെയിലി മാറ്റം വരുന്നത് ഓൾറെഡി എടുത്ത ലോണിന് അപ്ലിക്കബിൾ ആവില്ല എന്നാട്ടോ. സിമ്പിൾ ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി.
ഏറ്റവും ആദ്യം ഈ ലാഫും MSFും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ഈ ലാഫില് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, ഒരു ബാങ്കിന് എന്തുണ്ട്, ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് അല്ലെ. ഒരു ബാങ്കിന് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. ഇപ്പൊ ബാങ്കിന് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കസ്റ്റമേഴ്സിന് പൈസ കൊടുക്കണം, കയ്യിൽ പൈസ ഇല്ല. ഉടനടി ഇയാൾ ആരെ അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഇതുവരെ പ്രശ്നമില്ലല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ അപ്രോച്ച് ചെയ്യും, RBIക്ക് ഇത് ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കും, പകരം അവർ എന്തെടുക്കും? പൈസ കടമെടുക്കും. ഓക്കെ അല്ലെ? ഇതായിരുന്നു നമ്മുടെ എന്ത്, ലാഫ്. ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 ഡേ അല്ലെങ്കിൽ ഓവർനൈറ്റ് ബേസിസ്. പക്ഷെ ചില സിറ്റുവേഷനിൽ ഈ ലാഫ് എന്ന് പറയുന്ന ഫെസിലിറ്റി, ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക്. മാക്സിമം ഈ ലാഫിലൂടെ അവർക്ക് എടുക്കാൻ, ഒരു ബാങ്കിന് എടുക്കാൻ പറ്റുന്ന പൈസ ഒരു 100 crore ആണെന്ന് ഇമാജിൻ ചെയ്യും. 100 കോടി കടമെടുക്കാം മാക്സിമം. ഓക്കെ അല്ലെ? മാക്സിമം എത്ര വരെ കടമെടുക്കാം ഒരു ബാങ്കിന്? 100 കോടി കടമെടുക്കാം. പക്ഷെ നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്ന ബാങ്കിന്റെ ഷോർട്ടേജ് ഒരു 150 കോടിയാണെന്ന് വിചാരിക്കും. ഓക്കെ ആണോ? നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്ന ബാങ്കിന് കസ്റ്റമേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്നതിലെ പൈസയുടെ ഷോർട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 150 കോടിയാണ്. പക്ഷെ ലാഫില് RBI ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇത് എക്സാക്ട് വാല്യൂ അല്ല കേട്ടാ, എക്സാമ്പിൾ ആണ്, മാക്സിമം 100 കോടിയാണ് കടമെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 100 കോടി RBIയില് ലാഫ് അഡ്ജസ്റ്റ്മെന്റിൽ എടുത്താലും ഇയാൾക്ക് വീണ്ടും എത്ര ഷോർട്ടേജ് ഉണ്ട്? 50 കോടിയുടെ ഷോർട്ടേജ് ഉണ്ട്. വീണ്ടും അവിടെ എന്തിനുള്ള സാധ്യത ഉണ്ടാക്കി? ബാങ്ക് റണ്ണിനുള്ള സാധ്യത ഇല്ലേ? മനസ്സിലായില്ലേ? 100 കോടി എടുക്കാന്ന് പറഞ്ഞാൽ 2/3 കസ്റ്റമേഴ്സിനാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി 1/3 ഇപ്പോഴും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം RBI? ഓക്കെ, ലാഫില് നിങ്ങൾ പൈസ ചോദിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല. അപ്പൊ തൽക്കാലം ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, പുതിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കണം. എന്താണ് അതിന്റെ പേര്? മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. ഈ ലാഫില് പൈസ എടുത്തിട്ടും ഈ ഫണ്ട് ഷോർട്ടേജ് ഒരു ബാങ്കിന്റെ തീരുന്നില്ലെങ്കിൽ ഈ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന് മുന്നിൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ടൂളാണ് MSF. എന്താണ് ഈ MSFന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സെയിം കണ്ടീഷൻ തന്നെയാണ്. RBI ബാങ്ക് RBIക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കും, RBI ഇൻ റിട്ടേൺ പൈസ കൊടുക്കും. പക്ഷെ ഇവിടത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ബാങ്കും ആ ബാങ്കിന്റെ കയ്യില് SLR എന്ന് പറയുന്ന ഒരു ടോപ്പിക് അടുത്തത് കാണും. അവരവരുടെ കയ്യിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ഹോൾഡ് ചെയ്യണം? ഗവൺമെന്റ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ മണി ഹോൾഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാ ബാങ്കും അവര് കയ്യില് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് കയ്യിൽ എപ്പോഴും വെക്കണം. എന്തിനായിരിക്കും? നിങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സ് വരുമ്പോ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? പക്ഷെ ഈ SLR എന്ന് പറയുന്ന കയ്യിൽ കീപ്പ് ചെയ്യേണ്ട, റിസർവ് ചെയ്യുന്നതാണ്. കുറച്ച് ഗവൺമെന്റ് സെക്യൂരിറ്റി എടുത്ത ഏറ്റവും ആദ്യം എന്തില് കടം മേടിച്ചേ? ലാഫില് കടം മേടിച്ച്. ഓക്കെ ആണോ? പതുക്കെ സ്റ്റെപ്പായിട്ട് പോവാം. ഈ SLR എന്ന് പറഞ്ഞ് ബാങ്ക് കയ്യിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആരേലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ലാഫിലൂടെ കടമെടുത്തിട്ടുള്ളത്. ഒബ്വിയസ്ലി ഈ ബാങ്കിന്റെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. പ്രശ്നമില്ലല്ലോ. ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി RBIക്ക് കൊടുത്തിട്ടാണ് ലാഫില് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് സംഭവിക്കുക? ബാങ്കിന്റെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ അളവ് കുറയും. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് 18% ആയിരുന്നു കേട്ടോ അതിന്റെ അളവ്. പക്ഷെ ഇത് 18% വരെ മേ ബി ഈ SLR ബാങ്ക് എപ്പോഴും എത്ര വെക്കും? ഒരു 20 or 22% വെക്കും. എന്തിനാണെന്ന് അറിയോ? എന്തെങ്കിലും എമർജൻസി വന്ന ലാഫിലൂടെ ആ 2% ഗവൺമെന്റ് സെക്യൂരിറ്റി RBIക്ക് കൊടുത്തിട്ട് ലോൺ എടുക്കാൻ. അപ്പൊ അത് കുറച്ച് ലാഫിൽ പൈസ എടുത്തപ്പോ ഗവൺമെന്റ് സെക്യൂരിറ്റി ഇപ്പൊ എത്ര ശതമാനം നിൽക്കുന്നത്? 18%. 18%-നേക്കാളും കുറച്ച് കഴിഞ്ഞാലാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ടൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? RBIയുടെ എന്ത് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, RBI ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RBI അവർക്ക് മുകളിൽ ഒരു പെനാലിറ്റി അല്ലെങ്കിൽ പൈസ അടയ്ക്കാൻ വേണ്ടി പറയും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പേര് പറയാം. പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ RBI, ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യൂട്ടാ, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. എമർജൻസി സിറ്റുവേഷനിൽ RBI പറയും 18% ഞാൻ പറയുന്ന റേറ്റ്.
സിറ്റുവേഷൻ വളരെ എമർജൻസി ആയതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഈ 18 എന്ന് പറയുന്നത് 16% ആക്കിക്കോളൂ. ഓക്കെ അല്ലെ? ഈ 18% ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത് 16% ആക്കിക്കോളൂ. ഈ എക്സ്ട്രാ പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, MSFലൂടെ വീണ്ടും പൈസ കടമെടുത്തോളൂ. പക്ഷെ എന്റെ ഗൈഡ് ലൈൻ നിങ്ങൾ വയലേറ്റ് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞ 18 നിങ്ങൾ വയലേറ്റ് ചെയ്തല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തില് പൈസ തരില്ല? റിപ്പോല് പൈസ തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്തില് പൈസ തരില്ല? റിപ്പോല് പൈസ തരില്ല. അതിനേക്കാളൊരു X% കൂടി ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് പൈസ തരുള്ളൂ. ആ X% കൂടി ഞാൻ കൂട്ടിയിട്ട് പൈസ കൊടുക്കുന്ന പരിപാടിയാണ് MSF അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അടുത്തൊരു ചോദ്യം വന്നു. ഇപ്പൊ 18 ഉള്ളത് RBI 16 കുറയ്ക്കാം എന്ന് പറഞ്ഞു അല്ലെ? അതിനേക്കാളും കുറയ്ക്കോ? ഇല്ല. MSFന് അപ്പുറത്ത് വേറൊരു ടൂൾ ഇല്ല കേട്ടോ. എക്സ്ട്രീം റയർ സിറ്റുവേഷനിൽ മാത്രമാണ് ഈ MSF എന്ന് പറയുന്നത്. എല്ലാ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനും ഇത് അവൈലബിൾ അല്ല. സ്പെസിഫിക് ആയിട്ടുള്ള ട്രസ്റ്റ് ഉള്ള റേറ്റിംഗ് ഉള്ള ബാങ്കുകൾക്ക് മാത്രമാണ് RBI MSF കൊടുക്കുള്ളൂ. ബാക്കി എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനും എന്ത് കൊടുക്കും? ലാഫ് കൊടുക്കും. റിപ്പീറ്റ് ചെയ്യാം എന്താ ഡിഫറൻസ് എന്ന് ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ലാഫ് എന്ന് പറയുമ്പോ എന്തായിരുന്നു? ബാങ്കിന്റെ കേസിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്, അപ്പൊ ഫണ്ട് വേണം ബാങ്കിന്. അപ്പൊ എന്ത് ചെയ്യും? RBIനെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് പൈസ വേണം, ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഗവൺമെന്റ് സെക്യൂരിറ്റി ഉണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുത്തു, പൈസ കടമെടുത്തു. റേറ്റിന്റെ പേര് റിപ്പോ റേറ്റ്. ഓക്കെ ആണോ? ഇതുവരെ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഈ റിപ്പോ റേറ്റിൽ കടമെടുത്തു അല്ലെങ്കിൽ ലാഫിൽ കടമെടുത്തിട്ടും ബാങ്കിന് വീണ്ടും പൈസയുടെ ആവശ്യം വന്നു. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു റിസർവ് ഉണ്ട്. എന്താണ്? ബാങ്കിന്റെ കയ്യിൽ ഒരു റിസർവ് ഉണ്ട്. അതിനെന്തെന്ന പേര് വിളിക്കുക? SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ആ ബാസ്കറ്റിന്റെ ഉള്ളില് ഗോൾഡ് ഉണ്ടാവാം, മണി ലിക്വിഡ് ക്യാഷ് ഉണ്ടാവാം, ഗവൺമെന്റ് സെക്യൂരിറ്റി ഉണ്ടാവാം. അതിന്ന് ഈ ബാങ്കിന്റെ കയ്യിലുള്ള SLRൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി എടുത്തിട്ടാണ് ലാഫിൽ കട എടുത്തത് അല്ലേ? അപ്പൊ മൊത്തത്തിൽ SLRന്റെ അളവ് കുറയില്ലേ? ഒബ്വിയസ്ലി കുറയില്ല. കുറച്ചെടുത്ത് ഗവൺമെന്റിന് കൊടുത്ത SLRന്റെ അളവ് കുറയും. പക്ഷെ ഒരു പരിധിക്ക് താഴെ പോകാൻ പാടില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ RBI എത്ര ഫിക്സ് ചെയ്തിട്ടുണ്ട്? 18% ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനേക്ക് താഴെ പോകാൻ പറ്റില്ല. ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ആണ്, എക്സ്ട്രീം എമർജൻസി സിറ്റുവേഷൻ ആണ്. പുതിയൊരു ടൂള് മുന്നിലേക്ക് വെക്കാണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. എന്താണ് MSFന്റെ പ്രത്യേകത? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടോ? ഇല്ല. പോയിന്റ് നമ്പർ 1. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? SLRൽ എത്രയാണോ ഗവൺമെന്റ് സെക്യൂരിറ്റി അതൊരു ചെറിയൊരു പെർസെന്റേജും കൂടി RBI കുറയ്ക്കാൻ വേണ്ടി സമ്മതിക്കും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഓൾറെഡി RBIയുടെ ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യണം. ശരിയല്ലേ? വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു പീനൽ റേറ്റ് പ്ലസ് റിപ്പോ റേറ്റ്, ദാറ്റ് ഈസ് ഹയർ ഇൻട്രസ്റ്റിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? MSF കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി പറയും വിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹയർ, MSF ഓർ ലാഫ്? MSF. ക്ലിയർ ആണോ? പ്രശ്നമില്ലല്ലോ. ഈ ബാങ്ക് റൺ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു അഡീഷണൽ സപ്പോർട്ടാണ് ഈ MSF എന്ന് പറയുന്നത്. ഇനി വായിച്ചു നോക്ക്, ക്ലിയർ ആവും. MSF എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും ആദ്യം പോയി MSF എടുക്കോ ബാങ്കുകള്? ഇല്ല. എന്താ കാരണം? ബാങ്ക്സ് വിൽ ടേക്ക് മണി ഫസ്റ്റ് MSF rather than LAF. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഫോൾസ്. വൈ? സിമ്പിൾ ലോജിക്. MSFന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ, ലാഫിനല്ലേ കുറവ്. ലാഫിലൂടെയും എടുത്ത് അവർക്ക് ഷോർട്ടേജ് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് MSFലേക്ക് പോകുള്ളൂ കേട്ടോ. വായിച്ചു നോക്ക്, ഡെഫിനിഷൻ വായിച്ചു നോക്ക്. നമ്മൾ ഈ പറഞ്ഞ എൻ്റെ കൺസെപ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നുണ്ട്. MSF is a facility under which scheduled commercial bank can borrow additional. Can borrow എന്നല്ല കേട്ടാ, അഡീഷണൽ എന്ന് എഴുതിയിട്ടുള്ള. ഇപ്പൊ ലാഫിന്റെ ലിമിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് MSF എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. Can borrow additional amount of overnight money from Reserve Bank by dipping into their SLR portfolio up to a limit at a penal rate. പല കീവേഡുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ആദ്യത്തെ കീവേഡ് എന്ന് പറയുന്നത് അഡീഷണൽ. സെക്കൻഡ് കീവേഡ് എന്ന് പറയുന്നത് ആരുടെ എമൗണ്ട് കുറച്ചിട്ടാണ്? SLR അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ അളവ് കുറയ്ക്കണം. അതിനോടൊപ്പം തന്നെ റിപ്പോല് കിട്ടോ? ഇല്ല.
എന്തുണ്ടാവും അതിന് മുകളില്? ഒരു പീനൽ റേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടി ഉണ്ടാവും. ദിസ് പ്രൊവൈഡ് എ സേഫ്റ്റി വാൽവ് അഗെയിൻസ്റ്റ് അൺആന്റിസിപ്പേറ്റഡ് ലിക്വിഡിറ്റി ഷോക്സ് ടു ദി ബാങ്കിങ് സിസ്റ്റം. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം, if MPC is increasing MSF, what will happens to inflation? ഓരോ ടൈമും ഇൻഫ്ലേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. If MPC is increasing MSF, what happens to inflation? Increase, decrease, no change. എന്തായിരിക്കും ആൻസർ വരാ? ഇൻഫ്ലേഷൻ will ഡിക്രീസ്. എന്താ കാരണം? MSF കൂട്ടാന്ന് പറഞ്ഞാൽ ജനറലി എന്താ മീനിങ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയുന്നു. മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും തമ്മിലുള്ള വ്യത്യാസം ഓൾറെഡി എടുത്തു. വായിക്കും. എന്താണ് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും? റിപ്പോ റേറ്റ് ആണെങ്കിൽ ഓവർനൈറ്റ്, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് അല്ലെ? സാർ MSFും ഓവർനൈറ്റ് അല്ലേ? MSF ഓവർനൈറ്റ് ആണ്. MSFും ലാഫും രണ്ടും ഓവർനൈറ്റ് ആണ്. ഇപ്പൊ ഓവർനൈറ്റ് അല്ല, ഒന്നിൽ കൂടുതൽ ദിവസമാണെങ്കിൽ ബാങ്കിന് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു ബാങ്കിന് വേറൊരു ബാങ്കിൽ നിന്ന് കടമെടുക്കാം. അതുപോലെ ബാങ്കിന് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന വേറെ ടൂളുകളുണ്ട്. കടപ്പത്രം ഇറക്കാം. ഇത് ഓവർനൈറ്റ് ഒറ്റ ദിവസം കൊണ്ട് കടപ്പത്രം ഇറക്കിയത് ആളുകൾക്ക് മേടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് എക്സ്ട്രീം സിറ്റുവേഷനിൽ MSF ഉപയോഗിക്കുന്നത്. there are different other tools. അത് പല പല സ്ലൈഡിലായിട്ട് നമ്മൾ എടുക്കും കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റിൽ എടുക്കും ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെ. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? അടുത്തയിലേക്ക് പോവാം. CRRും SLRും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതിനു മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വാക്കിനെ കൊണ്ടുവരാണ്. NDTL, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഒരു ബാങ്കിലേക്ക് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു എക്സസ് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും? ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ? നിങ്ങൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഡെപ്പോസിറ്റുകളായിട്ടാവും അല്ലെ? ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, വിച്ച് ഈസ് കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. രണ്ടാമത്തെ ടൈപ്പ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫിക്സഡ് ടൈം പീരീഡിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുക, ടൈം ഡെപ്പോസിറ്റ്. ഒരു ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്, നിങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റിന് വിളിക്കുന്ന പേരാണ് NDTL. നെറ്റ് മീൻസ് ടോട്ടൽ, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാങ്കിന് എന്താ? ലയബിലിറ്റി ആണ് അല്ലെ? സോ വേറെവർ യു ആർ സീയിങ് NDTL, എന്താണ് അതിന്റെ മീനിങ്? നിങ്ങൾ ഓരോരുത്തരും ബാങ്കില് ഡിമാൻഡ് ഡെപ്പോസിറ്റും ടൈം ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനെ വിളിക്കുന്ന പേര്. ഈ ടോട്ടൽ എമൗണ്ട് ആണ് ബാങ്കിന്റെ എന്ത്? ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ? ദിസ് ടോട്ടൽ ലയബിലിറ്റി ഓഫ് ബാങ്ക് ഈസ് കോൾഡ് NDTL, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഓക്കെ, ഇനി ഡിസ്കഷനിലേക്ക് വരാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ബാങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ എക്സസ് പൈസ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടണം. പക്ഷെ ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? കയ്യിൽ പൈസ കീപ്പ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ നമ്മുടെ ഈ ബാങ്കിങ് സിസ്റ്റത്തിന് ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എപ്പോ പൈസ ബാങ്കിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നോ, അല്ലെങ്കിൽ എപ്പോ നിങ്ങൾ FD റിമൂവ് ചെയ്യുന്നോ അല്ലെങ്കിൽ FD ക്യാൻസൽ ചെയ്യുന്നോ, നിങ്ങൾക്ക് അപ്പൊ പൈസ തിരിച്ചു കിട്ടണം അല്ലെ? പക്ഷെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. ലയബിലിറ്റി എന്ന് പറയുന്നത് ഷോർട്ട് ടൈമും അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം ആണ്. എപ്പോഴും അവിടെ എന്തിനുള്ള ഒരു സാധ്യത ഉണ്ട്? നിങ്ങൾ പൈസ ചോദിക്കുമ്പോൾ ബാങ്കിന് തിരിച്ചു തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ? ഒരിക്കലും ഒരു ബാങ്കും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു 100 റുപ്പീസ്, നോക്കിയൊരു എക്സാമ്പിള്, ഒരു 100 റുപ്പീസ് ആണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് വരുന്നത് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 100 റുപ്പീസ് ആണ് ഒരു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് വരുന്നത്. ഒരിക്കലും ഒരു ബാങ്കും ഈ 100 റുപ്പീസും എന്ത് കൊടുക്കില്ല? ലോണായിട്ട് കൊടുക്കില്ല. കൊടുത്താൽ എന്താ പ്രശ്നം? ബാങ്കിൽ നിങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബാങ്കിന്റെ ടോട്ടൽ ലയബിലിറ്റി 100 റുപ്പീസ് ആണ്. ഈ 100 രൂപ മുഴുവൻ എടുത്തതിന് ലോൺ കൊടുത്തതിന് എന്താ സംഭവിക്കുക?
നിങ്ങൾ ആരേലും ചെന്ന് പിറ്റത്തെ ദിവസം നിങ്ങൾ ഇന്നൊരു മൂഡ് തോന്നിപ്പോ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, നാളെ ചെന്ന് ആ പൈസ വിഡ്രോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ? ഇല്ല. ഇപ്പൊ എപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരോട് പറയും? ബാങ്കിനോട് പറയും, നിങ്ങൾക്ക് 100 rupees കിട്ടുകയാണെങ്കിൽ യു ഷുഡ് നോട്ട് സ്പെൻഡ് ദി ഹോൾ 100 rupees ഓൺ ലോൺ. നിങ്ങൾ 100 രൂപ മുഴുവനായിട്ട് ലോണ് കൊടുക്കാൻ വേണ്ടി പാടില്ല. എന്താ കാരണം? നിങ്ങളുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പൈസ തിരിച്ചു കൊടുക്കാൻ റെസ്പോൺസിബിൾ ആണ്. സോ യു ഹാവ് ടു കീപ് certain monies or liquid monies with you. ആ ലിക്വിഡ് മണിയുടെ പ്രത്യേകത എന്താ? ബാങ്ക് ഒരു സ്ഥലം മേടിച്ചിട്ടു എന്ന് വിചാരിക്കേ, ആ 100 രൂപയിൽ 20 രൂപ നിങ്ങൾ പൈസ ചോദിക്കുന്ന സമയത്ത് ആ സ്ഥലം വിറ്റ് ആ കാശ് മേടിച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ലാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ലിക്വിഡ് അസറ്റ് അല്ല. മനസ്സിലായോ? ഇപ്പൊ കയ്യിൽ എന്ത് വേണം? നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൈസ എടുത്ത് തരണമെങ്കിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള മണി അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ബാങ്കിന് വേണം. ഇത്തരത്തില് ബാങ്ക് കീപ്പ് ചെയ്യാൻ പറയുന്ന 2 തരം ലിക്വിഡ് അസറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒന്ന് CRR-ഉം രണ്ടാമത്തേത് SLR-ഉം. ബേസിക് ഡിഫറൻസ്: CRR എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ, അൾട്ടിമേറ്റ്ലി നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ റിട്ടേൺ കൊടുക്കാൻ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന ഡെപ്പോസിറ്റ് NDTL, നിങ്ങളുടെ NDTL-ന്റെ ഒരു X% നിങ്ങൾ എന്ത് ചെയ്യണം? മണിയായിട്ട്, ലിക്വിഡ് മണിയായിട്ട് എവിടെ കൊണ്ടുവന്ന് വെക്കണം? എൻ്റെ കയ്യിൽ ഒരു ഡെപ്പോസിറ്റ് കൊണ്ടുവന്ന് വെക്കണം. എന്തിനാണെന്നറിയോ? ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പൈസ എടുത്ത് ഞാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ ആണോ? ഈ പൈസേനെ അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ. എവറി സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് NDTL വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് കോൾഡ് CRR. CRR ഏത് ഫോമിലായിരിക്കണം? മണി, പൈസയുടെ രൂപത്തിലായിരിക്കണം ഡെപ്പോസിറ്റ് ചെയ്യണം. ഗവൺമെന്റ് സെക്യൂരിറ്റി അലൗഡ് ആണോ? നോ. CRR-ഉം SLR-ഉം തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടാ. CRR, SLR രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ. ഗവൺമെന്റ് സെക്യൂരിറ്റി നോട്ട് അലൗഡ്, SLR ഗവൺമെന്റ് സെക്യൂരിറ്റി അലൗഡ്. CRR ഗോൾഡ് നോട്ട് അലൗഡ്, SLR ഗോൾഡ് അലൗഡ്. CRR മണി അലൗഡ്, SLR മണി അലൗഡ്. CRR റിസർവ് വിത്ത് RBI, ഇവിടെ SLR ആണെങ്കിൽ റിസർവ് വിത്ത് ദി ബാങ്ക് ഇറ്റ് സെൽഫ്. ഈ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടെ. CRR-ഉം SLR-ഉം തമ്മിലുള്ള വ്യത്യാസം എൻ്റയർ കൺസെപ്റ്റ് ആ സിമ്പിൾ ഇതിലുണ്ട്. CRR ആണെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി അലൗഡ് അല്ല, ഗോൾഡ് അലൗഡ് അല്ല, മണി അലൗഡ് ആണ്. ആ റിസർവ് കീപ്പ് ചെയ്യുന്നത് ബാങ്ക്സ് RBI-യിലാണ്. SLR ആണെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി അലൗഡ് ആണ്, ഗോൾഡ് അലൗഡ് ആണ്, മണി അലൗഡ് ആണ്. അതെവിടെയാണ് കീപ്പ് ചെയ്യുക? ബാങ്കിന്റെ കയ്യിൽ തന്നെയാണ് കീപ്പ് ചെയ്യുക. ഞാൻ ഇതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം പറയാം. CRR എന്ന് പറയുന്നത് ബേസിക്കലി നടക്കുന്ന പ്രൊസീജിയർ ഇവിടെ എന്താ മക്കളെ നോക്കിയേ? RBI എന്ന് പറയുന്നതിലേക്ക് ബാങ്ക് വന്ന് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്? ഒരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ പൈസയുടെ പേരാണ് എന്ത്? CRR. ഒബ്വിയസ്ലി ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. സാധാരണ ഒരാൾ വേറൊരാളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ റിസർവ് വെച്ചാൽ അതിന് ഇൻ റിട്ടേൺ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും അല്ലെ? CRR ശ്രദ്ധിച്ച് കേട്ടോ. ഇൻ റിട്ടേൺ there is no interest. ഇത് ബാങ്കിനെ നന്നാക്കാനാണോ ഈ പ്രൊസീജിയർ കൊണ്ടുവന്നിട്ടുള്ള? അല്ലല്ലോ. ബാങ്കിന്റെ കസ്റ്റമേഴ്സിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, വെൽബീയിങ്ങിന് വേണ്ടിയിട്ടല്ലേ. ഇതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അല്ലേ. അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്ത് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്? RBI പൈസ എടുത്ത് ചെലവാക്കില്ല. RBI ഈസ് എ കസ്റ്റോഡിയൻ, യൂസസ് ദാറ്റ് പറയ് reserve for supporting you the customers, so there is no interest rate. അടുത്ത പോയിന്റ് എന്താ? there is no government securities in return. കമ്പയർ ചെയ്യുക രണ്ട് ടൈമായിട്ട്. ഞാൻ CRR-ഉം റിപ്പോ റേറ്റും ഒന്ന് കമ്പയർ ചെയ്യും.
CRR ഉം റിപ്പോയും കമ്പയർ ചെയ്യും. രണ്ടിലും നടക്കുന്ന സിമിലാരിറ്റി എന്താ? റിപ്പോയും CRR-ലും രണ്ട് സിറ്റുവേഷനിലും എന്താണ് സംഭവിക്കുന്നത്? പൈസയുടെ ഒരു ട്രാൻസാക്ഷൻ ആണ്. നമുക്ക് റിപ്പോയും റിവേഴ്സ് റിപ്പോയും കമ്പയർ ചെയ്യാം ഓരോന്നായിട്ട്. റിപ്പോയിൽ എന്താ നടക്കുന്നത്? RBI ബാങ്കിന് പൈസ കൊടുക്കും, ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങി വെക്കും. കമ്പയർ ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും കേട്ടോ. RBI ബാങ്കിന് പൈസ കൊടുക്കും, ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങി വെക്കും. RBI പൈസ കടം കൊടുക്കുന്നത് കൊണ്ട് RBIക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് റേറ്റിന് വിളിച്ച പേര് റിപ്പോ. ഓക്കെ അല്ലേ? ഇനി റിവേഴ്സ് റിപ്പോയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ബാങ്ക് RBIയില് പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. RBI ബാങ്കിന് എന്ത് കൊടുക്കും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കും. അതേപോലെ തന്നെ RBI ബാങ്കിന് എന്തും കൊടുക്കും? ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കും. റിപ്പോയും CRR-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? സിമിലാരിറ്റി എന്താണ്? റിവേഴ്സ് റിപ്പോയും CRR-ഉം രണ്ട് കേസിലും ബാങ്ക് RBIയില് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇൻ റിട്ടേൺ RBI ബാങ്കിന് ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കില്ല. ഓക്കെ ആണോ? എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? CRR-ഉം റിവേഴ്സ് റിപ്പോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടിലും ബാങ്ക് RBIയിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. CRR-ൽ പക്ഷെ എന്താ വ്യത്യാസം? ഗവൺമെന്റ് സെക്യൂരിറ്റി തിരിച്ചു കൊടുക്കില്ല, ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കില്ല. ഓക്കെ അല്ലേ? സോ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതെ ബാങ്ക് റിസർവ് ബാങ്കിൽ കുറച്ച് പൈസ കീപ്പ് ചെയ്യണം, വിച്ച് ഈസ് കോൾഡ് CRR. SLR എന്തായി പറഞ്ഞെന്ന് മനസ്സിലായി? എഗെയിൻ കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ലയബിലിറ്റി NDTL-ന്റെ ഒരു പെർസെൻറ്റേജ് ബാങ്കുകൾ അവരുടെ കയ്യിൽ ലിക്വിഡ് അസറ്റ് ആയിട്ട് വെക്കണം. ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം അലൗഡ് ആണ്? മൂന്ന് കാര്യങ്ങളാണ് ലിക്വിഡ് അസറ്റ് അലൗഡ് ഉള്ള. ഏതൊക്കെയാ? ഗവൺമെന്റ് സെക്യൂരിറ്റി, ഗോൾഡ്, മണി. ഇത് ആരുടെ കയ്യിൽ തന്നെയാണ് വെക്കുക? ബാങ്കിന്റെ കയ്യിലായിരിക്കും വെക്കുക. എപ്പോഴും RBI ഒരു 18% SLR എന്ന് പറയുമ്പോൾ ബാങ്ക്സ് കുറച്ചും കൂടി ഹയർ എമൗണ്ട് കീപ്പ് ചെയ്യും. മോസ്റ്റ്ലി 19%, 20% കീപ്പ് ചെയ്യും. വൈ? ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. വൈ? എന്തേലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ലാഫിലൂടെ കടമെടുക്കണമെങ്കിൽ RBIക്ക് എന്ത് കൊടുക്കണം? ഗവൺമെന്റ് സെക്യൂരിറ്റി വേണം. അതും കൂടി ചേർത്ത് കുറച്ച് എക്സ്ട്രാ ആണ് എപ്പോഴും ബാങ്കുകൾ കീപ്പ് ചെയ്യാറുള്ളൂ. വായിച്ചു നോക്കൂ കേട്ടോ ഡെഫിനിഷൻ. എല്ലാ ടൈമും ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തു കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാലോ? അഗെയിൻ ഇൻഫ്ലേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. സാർ ഏത് ബാങ്ക് ആണെങ്കിലും CRR വെക്കണമല്ലോ. ട്രസ്റ്റ് ഒരു വിഷയമല്ലല്ലോ. നിർബന്ധമായിട്ട് വെക്കണം കേട്ടോ, നിർബന്ധമായിട്ടും വെക്കണം. RBIയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഏത് ബാങ്ക് ആണെങ്കിലും CRR-ഉം SLR-ഉം മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ഒരു സെക്കൻഡ് മോളെ, ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടി ഒറ്റ സെക്കൻഡ്. ഇല്ല, CRR-ന് ഇൻ റിട്ടേൺ ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കില്ല. ഓക്കെ അല്ലേ? ഇതാ ബാങ്കിന്റെ ട്രസ്റ്റിന് വേണ്ടി വാങ്ങുന്നതാ, അല്ലാതെ റിസർവ് ബാങ്കിന് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതല്ല. ഓക്കെ അല്ലേ? ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടി ചോദിക്ക്. സാർ, ഇപ്പം നമ്മൾ ലാഫില് SLR റേറ്റ് അവർ RBI കൊടുത്ത ലിമിറ്റ് കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. SLR റേറ്റ് ലാഫിൽ കുറയാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ SLR-നേക്കാളും കുറച്ചിട്ട് കടമെടുക്കുമ്പോ അത് MSF ആയി. ലാഫിൽ ഒരിക്കലും SLR-നേക്കാൾ കുറയ്ക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതല്ല, ഇപ്പൊ ഞാൻ ലാഫിൽ ലിമിറ്റ് കഴിഞ്ഞു, അപ്പം എനിക്ക് കുറച്ചും കൂടെ പൈസ ആവശ്യമുണ്ട്, പക്ഷെ എന്റെ SLR റേറ്റ് കുറഞ്ഞിട്ടുമില്ല, ഒരു 1% എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഞാൻ എന്തെടുക്കും? ആക്ച്വലി നമ്മുടെ ഈ SLR ഇല്ലേ, SLR നിങ്ങളുടെ RBI പറയുന്ന ലിമിറ്റ് എത്തുന്ന വരെ എടുക്കുന്നതാണ് ആക്ച്വലി ലാഫ്. ഞാൻ നേരത്തെ 100 കോടി എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോ SLR തന്റെ ഒരു 23% ഉണ്ട് എന്ന് വിചാരിക്കുക. 18% RBI പറയുന്ന ലിമിറ്റ്. അപ്പോ ഈ 23% 18% വരെ താൻ ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുത്ത് വാങ്ങുമ്പോൾ അത് ലാഫിന്റെ കീഴിലാവും. 18-നും താഴേക്ക് കുറയ്ക്കുമ്പോൾ മാത്രമാണ് MSF-ലേക്ക് പോവുള്ളൂ. ഓക്കെ ആണോ? ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു എമൗണ്ട് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ, എക്സാമ്പിൾ ക്ലിയർ ആവാൻ വേണ്ടി. ഇൻ റിയാലിറ്റി SLR പറയുന്ന ലിമിറ്റ് 18 ആണെങ്കിൽ
18% വരെ കടമെടുത്ത ഇറ്റ്സ് ലാഫ്. 18 താഴെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അത് MSF-ലേക്ക് കിടക്കുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ ഫൈൻ. ജസ്റ്റ് ഒന്ന് വായിച്ചാ ചോദ്യം കേട്ടോളൂ. ലാസ്റ്റ് റിസോർട്ട് പോലല്ലേ ഈ CRRന്റെ യൂസ് വരത്തുള്ളൂ, അതായത് ഒരു രക്ഷയുമില്ലാണ്ട് വരുമ്പോൾ. ലാസ്റ്റ് റിസോർട്ട് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇനിയും ടൂൾ ഉണ്ട് കേട്ടോ. DICGC എന്ന് പറഞ്ഞൊരു ടൂളും കൂടി ഉണ്ട്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയും. ഇതിനെല്ലാത്തിനും പുറമെ ബാങ്ക് നിങ്ങളിൽ നിന്ന് 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു പൈസ ഇൻഷുറൻസ് ആയിട്ട് വേറെ അടയ്ക്കുകയും കൂടി വേണം. ആ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ടാണ് ബാങ്ക് നിങ്ങളെ പറ്റിച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ RBI റിട്ടേൺ തരും. ഇനിയും വേറെ ടൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കും ഫർദർ സ്ലൈഡിൽ. ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞോളൂ. MPC is increasing CRR. What happens to the inflation? Inflation പോട്ടെ, what happens to the money supply in the economy? ആലോചിച്ചോളൂ. MPC is increasing CRR. What happens to money supply in the economy? CRR കൂട്ടി അല്ലെ? CRR കൂട്ടി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ലോജിക്കലി കണക്ട് ചെയ്തു പോവാ. CRR കൂട്ടി എന്ന് പറയുമ്പോ ബാങ്കില് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയില് ഒരു പെർസെന്റേജ് ആണ് CRR ആയിട്ട് RBI വെക്കുന്നത് അല്ലെ? അപ്പൊ അത്രയും പൈസ, ഞാൻ എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾ എല്ലാരും കൂടി 100 രൂപ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. 4 രൂപയാണ് CRR എന്ന് വിചാരിക്കുക. അപ്പൊ 4 രൂപ CRRലേക്ക് RBI അടച്ച 96 രൂപ, എക്സാമ്പിൾ ആണ് കേട്ടോ, 96 രൂപ ബാങ്കിന് എന്ത് ചെയ്യാം? ലോണ് കൊടുക്കാം. CRR MPC കൂട്ടി. എന്തായിരിക്കും സംഭവം? CRR ഞാനൊരു 8 രൂപയാക്കി എന്ന് വിചാരിക്കുക. ബാക്കി ഇപ്പൊ എത്ര രൂപയാണുള്ള ലോൺ കൊടുക്കാൻ? 100 - 8 92 രൂപ. ലോണ് കൊടുക്കുന്നതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്തായിരിക്കും ചെയ്യുക? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി, CRR കൂടിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. മണി സപ്ലൈ ഡിക്രീസ് ചെയ്താ ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ അല്ലേ? നേരെ റിവേഴ്സ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു ദി മണി സപ്ലൈ ഇൻ ദി എക്കണോമി ഇഫ് SLR ഈസ് ഡിക്രീസ്ഡ്? കോവിഡിന്റെ ടൈമിൽ ചെയ്ത പോളിസിയാണ്. SLR-ഉം കുറച്ചു, CRR-ഉം കുറച്ചു. SLR കുറച്ച് എന്താ സംഭവിക്കുക? സെയിം തോട്ട് ഒന്ന് റീകളക്ട്. വാട്ട് ഹാപ്പൻസ് ടു ദി മണി സപ്ലൈ ഇൻ ദി എക്കണോമി ഇഫ് SLR ഈസ് ഡിക്രീസ്ഡ്? SLR 18% എന്നുള്ളത് 15% ആക്കിയെന്ന് വിചാരിക്കുക. പൈസയുടെ എക്സാമ്പിൾ പറയാം. 100 രൂപയില് 18 രൂപ പണ്ട് ബാങ്ക് കയ്യിൽ വെക്കണം. ഇപ്പൊ 15 രൂപ കൈ വെച്ചാൽ മതി എന്ന് വിചാരിക്കുക. എന്താ വ്യത്യാസം? 100-ൽ 18 പോയി കഴിഞ്ഞാൽ ബാക്കി 82 രൂപ ലോൺ കൊടുത്തത് ഇപ്പൊ എത്ര കൊടുക്കാം? 85 രൂപ ലോൺ കൊടുക്കാം. കൂടുതൽ എമൗണ്ട് ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവര് പ്രോഫിറ്റ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. കൂടുതൽ രൂപ ലോൺ കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചൊന്ന് കുറയ്ക്കും. അപ്പൊ SLR കുറച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഗ്രോത്ത്, അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയില്ല, ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? കൂട്ടാന്ന് പറയുമ്പോൾ എപ്പോഴും ഗ്രോത്തിന്റെ ടൈമിലും, കുറയ്ക്കാന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷന്റെ ടൈമിലും. അല്ലാതെ ഇൻഫ്ലേഷൻ കൂട്ടാന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഇൻഫ്ലേഷൻ കൂട്ടാന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്? അല്ല. പക്ഷെ ഗ്രോത്ത് കൂട്ടാന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? സെക്കൻഡ് പോയിന്റ്, ഗ്രോത്ത് കുറയ്ക്കാന്നുള്ളതാണോ ഇൻഫ്ലേഷൻ കുറയ്ക്കാന്നുള്ളതാണോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്? ഇൻഫ്ലേഷൻ കുറയ്ക്കുക, ഗ്രോത്ത് കുറയ്ക്കാന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഗ്രോത്ത് കൂട്ടാനാണ് പോളിസി എന്ന് പറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കാനാണ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ടേംസുകൾ ഫെമിലിയർ ആയില്ലേ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഈ ടൈം കുറച്ചും കൂടി നമ്മുടെ ഇന്റർനാഷണൽ കറൻസി എന്ന് പറയുന്ന ടൈമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. 3 ടൈമുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, രണ്ടാമത്തേത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, മൂന്നാമത്തേത് സ്റ്റെറിലൈസേഷൻ. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ 2 ഡിവിഷൻ മാത്രമാണ് OMO-യും MSS-ഉം. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന കൺസെപ്റ്റ്. അതിന്റെ 2 ഡിവിഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ് OMO-യും മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ അല്ലേ? എന്താണ് സ്റ്റെറിലൈസേഷൻ?
ഈ സ്റ്റെറിലൈസേഷൻ എന്ന വാക്ക് നിങ്ങൾ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ബയോളജിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് സിസർ സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ള വാക്ക് ഉപയോഗിക്കാറ്. എന്താ അവിടെ ചെയ്യുന്ന കൺസെപ്റ്റ്? ഇപ്പൊ ഒരു സിസർ ഒരു പേഷ്യന്റിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഒബ്വിയസ്ലി അതിൽ ഒരുപാട് മൈക്രോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സെയിം സിസർ നമ്മൾ വേറൊരാളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ ഒരു ബോയിൽഡ് വാട്ടറിൽ ഇടാം, അല്ലെങ്കിൽ അവരെന്ത് ഉപയോഗിക്കാം? ആൽക്കഹോളും ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? മൈക്രോബ്സ് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ എന്ന വാക്കിന് പകരമാണ് സ്റ്റെറിലൈസേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമി കേട്ടോ. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്തേക്ക് നോക്കി, ഒറ്റയടിക്ക് കുറെ ഡോളർ വരാണ്. എന്ത് വരാണ്? ഡോളർ. ആ ഡോളറിനെ നമ്മൾ ഭാവിയിൽ FDI അല്ലെങ്കിൽ FPI എന്നൊക്കെ പേര് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ മണി വരാണ്. ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ എന്താണ്? വിദേശത്ത് നിന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി കുറെ ഡോളർ കൊണ്ടുവന്ന് ഇവിടത്തെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂടെക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്താ? കൊണ്ടുവന്ന് നേരെ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, റുപ്പീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ അവര് ആരെ അപ്രോച്ച് ചെയ്യും? പൈസ, ആ ഡോളറിനെ റുപ്പീസ് ആക്കി മാറ്റാൻ വേണ്ടി RBIനെ അപ്രോച്ച് ചെയ്യും. RBIയിലേക്ക് ഇതേ ഈ ഡോളർ കൊടുക്കും. ആ ഡോളർ പുറത്തേക്ക് എന്തായിട്ട് വരും? റുപ്പീസ് ആയിട്ട് വരും. ആ റുപ്പീസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്തു? എഡ്യൂടെക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇപ്പൊ ഈ വരുന്നത് $1 $2 എന്നല്ല. നോക്കിയേ, ഇവിടെ വരുന്നത് ഒരു $1 ബില്യൺ ആണെങ്കിലോ, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു $1 ബില്യൺ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള അത്രയും പൈസ ഇപ്പൊ എവിടേക്ക് ഇറങ്ങും? ഇത്രയും മണി നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങും. കറക്റ്റ് അല്ലേ? ഈ ഓൾറെഡി ഈ $1 ബില്യണിനോട് ഇക്വാലന്റ് ആയിട്ടുള്ള പൈസ എവിടെയാ? RBIയുടെ കയ്യിലാണ് ഇരിക്കേണ്ടായിരുന്നത്. RBI കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്ററി പോളിസി ഉപയോഗിച്ച് എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്ത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട്. ആ സമയത്താണ് ആര് വന്ന്? ഫേസ്ബുക്ക് വന്ന് $1 അല്ലെങ്കിൽ $1 ബില്യൺ ആയിട്ട് വന്നത്. അതിനെ റുപ്പീസ് ആക്കി മാറ്റി ഈ എഡ്യൂടെക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി അവർ ആ പൈസ കുറെ ഇൻവെസ്റ്റ്മെന്റിനും ജോബ് ക്രിയേഷനൊക്കെ ഉപയോഗിച്ച് അത് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ടാവും? എക്കണോമി അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ സഡൻ സ്പൈക്ക് ഇൻ റുപ്പീസ്. എന്താ സംഭവിക്കുക? ഇൻഫ്ലേഷന്റെ ടൈമിൽ ഒന്ന് ആലോചിക്ക്. അതേപോലെ തന്നെ രണ്ട് കറൻസികൾ തമ്മിൽ പൈസ മാറ്റിയെടുക്കുന്നതിന് നമ്മളൊരു പേര് വിളിക്കല്ലോ, എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ? ഒന്നാമത്തെ പോയിന്റ്, ഇൻഫ്ലേഷൻ എന്താ ഉണ്ടാവുക? മണി സപ്ലൈ കൂടിയ കൂടും. ഓക്കെ അല്ലേ? ഇനി ഒരുപാട് റുപ്പീസ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നില്ലേ? ഡിമാൻഡും സപ്ലൈയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഓവർ സപ്ലൈ ഓഫ് റുപ്പീസ് വന്നു കഴിഞ്ഞാൽ റുപ്പീസിന്റെ വാല്യൂ എന്താ ഉണ്ടാവുക? ഡിക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ഡീവാലുവേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പരിചയമുള്ള വാക്ക് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ രൂപയുടെ വാല്യൂ കുറയുന്ന സിറ്റുവേഷൻ. ഇതിലിപ്പോ ഏത് സിറ്റുവേഷൻ എടുത്താലും ഇത് എക്കണോമിക്ക് പ്രശ്നമല്ലേ? ഇതിലേത് സിറ്റുവേഷൻ, ഇൻഫ്ലേഷൻ കൂടിയാൽ എക്കണോമിക്ക് പ്രശ്നമാണ്, രൂപയുടെ വാല്യൂ കുറഞ്ഞാലും എക്കണോമിക്ക് പ്രശ്നമാണ്. അപ്പൊ അവിടെ വന്ന ആര് ഇടപെടും? നോക്കിയേ, RBI ഇടപെട്ട് എന്ത് ചെയ്യും? ഈ എക്കണോമിയിലേക്ക് വരുന്ന ഈ എക്സ്ട്രാ പൈസ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? RBI ഗവൺമെന്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് ആളുകൾ അത് വാങ്ങല്ലേ ചെയ്യുക. വാങ്ങുമ്പോ ആ പൈസ റിട്ടേൺ ആരിലേക്ക് കയറും? RBIയിലേക്ക് കയറും. അപ്പോ എക്കണോമിയില് മണി സപ്ലൈ അഗെയിൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എക്കണോമിയിൽ നടന്നത് എന്താ? ഫേസ്ബുക്ക് ഇൻവെസ്റ്റ്മെന്റും കൂടി വന്നപ്പോ എന്തുണ്ടായി? എക്കണോമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തപ്പോ അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും, റുപ്പിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ആ പ്രശ്നം ഒഴിവാക്കാൻ, കൺട്രോൾ ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ RBI ഇടപെട്ടു. RBI ഇടപെട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് ഇറക്കി. ആ ഗവൺമെന്റ് സെക്യൂരിറ്റി ആളുകൾ വാങ്ങുമ്പോൾ എന്തുണ്ടാവും? പൈസ RBIയിലേക്ക് എത്തും. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ പറ്റും.
ദിസ് ഈസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. എളുപ്പല്ലേ പരിപാടി? ഒന്ന് വായിച്ചതിന്റെ ഡെഫിനിഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ? Whenever a large amount of capital is flowing into Indian economy, എന്തിനുള്ള സാധ്യതയുണ്ട്? ഇൻഫ്ലേഷൻ കൂടാം, സിമിലർലി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യാം. ഈ പ്രശ്നം പരിഹരിക്കാൻ ആ എക്സസ് മണി ഗവൺമെന്റ് സെക്യൂരിറ്റി ഇറക്കി RBI അബ്സോർബ് ചെയ്തെടുക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി OMOയും MSSും തമ്മിൽ വളരെ സിമ്പിൾ ഡിഫറൻസ് ആണുള്ളൂ. വരുന്ന പൈസയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് ടേമാണ് ഉപയോഗിക്കാന്ന്. വരുന്ന പൈസയുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ OMOയും, വെരി ഹൈ ക്വാണ്ടിറ്റി ഫോറിൻ മണിയാണ് ഇൻഫ്ലോ ചെയ്യുന്നതെങ്കിൽ MSS ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. MSSും OMOയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിലും ചെയ്യുന്നത് എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റി RBI മാർക്കറ്റിലേക്ക് ഇറക്കി അവിടെ നിന്ന് എന്ത് അബ്സോർബ് ചെയ്യും? ലിക്വിഡിറ്റി അല്ലെങ്കിൽ പൈസ അബ്സോർബ് ചെയ്യും. വരുന്ന ഇൻഫ്ലോ അല്ലെങ്കിൽ പൈസ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ OMO, വെരി ഹൈ ക്വാണ്ടിറ്റി ആണെങ്കിൽ ദാറ്റ് വുഡ് ബി MSS. ഓക്കെ ആണല്ലോ? ഇവിടെ നിന്ന് അടുത്തൊരു ചോദ്യം വരും. മാർക്കറ്റിലേക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇറക്കി RBI കുറച്ച് പൈസ അബ്സോർബ് ചെയ്യുന്നില്ലേ? RBI പൈസ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോ ഫേസ്ബുക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തന്ന മാതിരി ഭാവിയിൽ എന്തിനുള്ള ഒരു സാധ്യതയുണ്ട്? അയാൾ വേണമെങ്കിൽ ആ $1 ബില്യൺ വിഡ്രോയും ചെയ്തൂടെ? വിഡ്രോ ചെയ്ത് എന്താ ഉണ്ടാവുക? ഇതേപോലെ ഒന്ന് ആലോചിക്ക്. വിഡ്രോ ചെയ്തതിന് എന്താ ഉണ്ടാവുക? വിഡ്രോ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് എന്ത് ചെയ്യണം? ഈ റുപ്പീസ് RBIയുടെ അടുത്ത് പോയിട്ട് അതിനെ എന്താക്കി മാറ്റണം? ഡോളറാക്കി മാറ്റിയിട്ട് കൊണ്ടുപോകും അല്ലെ? അപ്പൊ RBIയിലേക്ക് വീണ്ടും കുറെ പൈസ എക്കണോമിയിൽ നിന്ന് കയറില്ലേ? RBIയിലേക്ക് കയറില്ലേ? അപ്പൊ എന്തുണ്ടാവും എക്കണോമിയിൽ? ഷോർട്ടേജ് ഓഫ് മണി സപ്ലൈ എക്കണോമിക് ഗ്രോത്തിന് വളരെ ഗുരുതരല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഓൾറെഡി നേരത്തെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ ഇല്ലേ, അതെന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് ഇറക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റി റീപർച്ചേസ് ചെയ്യും, തിരിച്ചു മേടിക്കും. ഓക്കെ ആണോ? അല്ലാതെ ഈ എടുക്കുന്ന പൈസ RBI സ്പെൻഡ് ചെയ്യില്ല. അത് എവിടെ കീപ്പ് ചെയ്യും? RBIയിൽ ഒരു സെപ്പറേറ്റ് ഗവൺമെന്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യും. അത് കീപ്പ് ചെയ്യും. ഭാവിയിൽ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി തിരിച്ചു വാങ്ങി ആ പൈസ അതേപോലെ അങ്ങോട്ട് റിലീസ് ചെയ്യും. ക്ലിയർ ആണോ? ഒരിക്കലും സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റി വിറ്റ് കാശ് വാങ്ങല് മാത്രമല്ല, ഭാവിയിൽ മണി ഷോർട്ടേജ് വന്നാ ഗവൺമെന്റ് സെക്യൂരിറ്റി തിരിച്ചു വാങ്ങി പൈസ റിലീസ് ചെയ്യുകയും ചെയ്യും. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ എഫക്റ്റ് നടക്കുന്നത്, എക്സസ് ഫണ്ട് കാരണം എന്താണോ എഫക്റ്റ് നടക്കുന്നത്, ആ എഫക്റ്റിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാന്നാണ് മീനിങ് ഉള്ളൂ കേട്ടോ. രണ്ട് സൈഡും ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. നമുക്ക് ഈ കൺസെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. Whenever a foreign capital is flowing into Indian economy, what is the operation conducted by RBI under sterilization? ഫോറിൻ മണി ഇൻഫ്ലോ ചെയ്ത RBI എന്തായിരിക്കും കണ്ടക്ട് ചെയ്യുക? ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽ ബി ഇഷ്യൂഡ് ആൻഡ് excess money will be absorbed and it will keep in a separate government account with the RBI. Whenever a foreign company is withdrawing large amount of money from Indian economy, what would be the action taken by RBI under sterilization? They will repurchase the government security and release the money into the economy. ഓക്കെ അല്ലേ? ഇനി ഈ ഫണ്ടിൻ്റെത് എന്താ പറയാ, ചെറിയ എമൗണ്ട് ആണെങ്കിൽ OMOയും, വെരി ഹൈ ഫ്ലോ ഓഫ് മണി ആണെങ്കിൽ ഓക്കെ അല്ലേ MSSും. ഒന്ന് വായിച്ചേ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടൊന്ന് വായിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. രണ്ടും വായിക്കുക. നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഓപ്പറേഷൻ ട്വിസ്റ്റ്. ഇനി നമുക്ക് അതിലേക്ക് പോവാം. ഓപ്പറേഷൻ ട്വിസ്റ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ബ്രേക്ക് തരാം. നമ്മൾ ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ ആയിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു